ഏവർക്കും നമസ്കാരം. എൻ്റെ ഒന്നാമത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഞാൻ ഗ്രീറ്റിങ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഹൗ ടു ഗ്രീറ്റ് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് ഇവയാണ് നമ്മൾ സാധാരണയായിട്ട് ഗ്രീറ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിൽ ഞാൻ വേറൊരു കാര്യമാണ് പറയുന്നത്. മീറ്റിംഗ് ബിറ്റ്വീൻ ഫ്രണ്ട്സ് ഓർ ഫെമിലിയർ പേഴ്സൺസ്. പരിചയക്കാരെ നമ്മൾ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം, അതായത് ഒരാഴ്ചയോ രണ്ടാഴ്ചയൊക്കെ ശേഷം കണ്ടുമുട്ടുമ്പോൾ എങ്ങനെയാണ് അവരെ ഗ്രീറ്റ് ചെയ്യുകയും എന്തൊക്കെ സെൻറ്റൻസുകളാണ് ആ വേളയിൽ സംസാരിക്കേണ്ടത് എന്നുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഹെഡിങ് എന്താണ്? മീറ്റിംഗ് ബിറ്റ്വീൻ ഫെമിലിയർ പേഴ്സൺസ്. ഫെമിലിയർ എന്ന് വെച്ചാൽ അറിയാമല്ലോ, പരിചയക്കാർ. അത് ആ കാറ്റഗറിയിൽ ആരെയൊക്കെ ഉൾപ്പെടുത്താം? ഫ്രണ്ട്സിനെ ഉൾപ്പെടുത്താം, റിലേറ്റീവ്സ് വരാം, ഫാദർ, മദർ, നമ്മുടെ എന്തായാലും നമുക്ക് പരിചയമുള്ള മുഖങ്ങളെല്ലാം ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓർക്കുക, പരിചയക്കാരുമായി സംസാരിക്കുമ്പോഴാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഗ്രീറ്റ് ചെയ്യാനായി, നമ്മളുടെ ഒരാളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാനായിട്ട് നമുക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഹലോ എന്നുള്ള വാക്കും അമേരിക്കൻ ഇംഗ്ലീഷിൽ ഹായ് എന്നുള്ള വാക്കുമുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഞാൻ ഹായ് വെച്ച് സെൻറ്റൻസ് സംസാരിക്കുകയാണ്. ഹായ്. മീറ്റ് ചെയ്യുന്ന സമയം മോർണിംഗ് ആയതുകൊണ്ട്, 12 noon മുന്നേ ആയതുകൊണ്ട് ഞാൻ ഗുഡ് മോർണിംഗ് കൂടെ ഉപയോഗിക്കുകയാണ്. ഹായ്, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? ഹായ്, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? നമ്മൾ ഹൗ ആർ യു എന്ന് എല്ലാം കൃത്യമായി പറയണമെന്നില്ല. ഹൗ ആർ യു. എന്തുകൊണ്ടാണ് അങ്ങനത്തെ പ്രൊണൗൺസിയേഷൻ വരുന്നതെന്ന് ചോദിച്ചാണല്ലോ. അതൊരു ക്വസ്റ്റ്യൻ വേർഡാണ്. അതായത് ക്വസ്റ്റ്യൻ, ഹൗ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡുള്ള ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ആയതുകൊണ്ട് തന്നെ, ഇൻഫർമേഷൻ സീക്കിംഗ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ആ ഹൗ വരുന്ന ഭാഗം ഉയർന്നു നിൽക്കുകയും അവസാന ഭാഗം അതിൻ്റെ ഇൻഡിനേഷൻ പാറ്റേൺ നോക്കുകയാണെങ്കിൽ അത് ഫോളിങ് ഇൻഡിനേഷനാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഫോളിങ് ഇൻഡിനേഷൻ ആകുമ്പോൾ അവസാന ഭാഗം താണു തന്നെ വരണം. അപ്പോൾ എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത്? ഹൗ ആർ യു, ഹൗ ആർ യു, ഹൗ ആർ യു. ആർ എന്ന് പ്രൊണൗൺസ് ചെയ്യേണ്ട ആവശ്യമില്ല. റ സൗണ്ട് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ കൃത്യമായി പ്രൊണൗൺസ് ചെയ്യാറില്ല. അതുകൊണ്ട് എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത്? ഹൗ ആർ യു, ഹൗ ആർ യു, ഹൗ ആർ യു, ഹൗ ആർ യു. ഈ രീതിയിൽ പ്രൊണൗൺസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ എങ്ങനെയാണ്, അതായത് സുഹൃത്തിനെയോ നമ്മൾ പരിചയക്കാരെയോ ഒരു ഗ്യാപ്പിന് ശേഷം കണ്ടുമുട്ടുമ്പോൾ ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്. ഹായ്, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? ഹായ്, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? വേറെയും വാക്കുകളുണ്ട് കേട്ടോ. ഇങ്ങനെയും പറയാം. ഹായ്, good morning, how are you doing? How are you doing? How are you doing? ഈ ഓപ്ഷൻ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ആദ്യത്തെ ഓപ്ഷൻ എന്തായിരുന്നു? ഹൗ ആർ യു, ഹൗ ആർ യു, ഹൗ ആർ യു. വേറൊരു ഓപ്ഷനുണ്ട്, ഹൗ ആർ യു ഡൂയിങ്, ഹൗ ആർ യു ഡൂയിങ്, ഹൗ ആർ യു ഡൂയിങ്, ഹൗ ആർ യു ഡൂയിങ്. ഇതാണ് നമ്മൾ പരിചയക്കാരെ സുഖമാണോ എന്ന് ചോദിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പദം. ഇനി ഇതിന് പോസിബിളായിട്ടുള്ള ഉത്തരവുണ്ടാകാം. നമ്മൾ നന്നായിരിക്കുന്നു, വളരെ ഹാപ്പിയാണ്, ഹെൽത്തിയാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? സാധാരണ നമ്മൾ പറയുന്ന പദം ഉപയോഗിക്കാം. ആം ഫൈൻ ഉപയോഗിക്കാം. ഫൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ആം ഗ്രേറ്റ് എന്ന് പറയാം. ആം ഗുഡ് എന്ന് പറയാം. ആം ഫീലിംഗ് ഓൾ റൈറ്റ്. ഇങ്ങനെ ഒരുപാട് പദങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഉപയോഗിക്കുക. ഒന്നുകിൽ ഫൈൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആം ഫൈൻ എന്ന് പറയാം, ആം ഗുഡ് എന്ന് പറയാം, ആം ഗ്രേറ്റ് എന്നും പറയാം. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ നന്ദിയൊക്കെ പറയണമല്ലോ. അപ്പോൾ ഉത്തരമായിട്ട് പറയുമ്പോൾ ആം ഫൈൻ, താങ്ക്സ്, ആൻഡ് യു. ആൻഡ് യു എന്ന് പറയുന്നത് വാട്ട് എബൌട്ട് യു എന്നതിൻ്റെ എബ്രീവിയേഷനാണ് കേട്ടോ. അതായത് എനിക്ക് സുഖമാണ്, ചോദിച്ചതിന് വളരെ നന്ദിയുണ്ട്, താങ്കൾക്ക് എങ്ങനെയാണ്? വാട്ട് എബൌട്ട് യു. അല്ലെങ്കിൽ ഹൗ എബൌട്ട് യു.
ഇതും പറയാൻ മടിയാണെങ്കിലേ വളരെ അബ്രീവിയേറ്റഡായ ഫോം ഉപയോഗിക്കാം. ആൻഡ് യു. ആൻഡ് യു. AND ആണ്. ആൻഡ് യു ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഒന്നുകൂടെ മൊത്തം പറയുകയാണെങ്കിലേ പിന്നെ ഇതിൻ്റെ ഉത്തരമുണ്ട്. ആൻഡ് യു കഴിഞ്ഞിട്ടേ തിരിച്ച് നമ്മൾ ചോദിച്ചല്ലോ. അപ്പോൾ ആൾ പറയും അദ്ദേഹത്തിന് സുഖമാണെങ്കിൽ ഐ ആം ഓൾസോ ഫൈൻ താങ്ക്സ്. ഐ ആം ഓൾസോ ഫൈൻ താങ്ക്സ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ആദ്യം പറയാം. കണ്ടുമുട്ടുകയാണ്, സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ഹായ്, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? ഒന്നുകൂടെ പറയാം. ഹായ്, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? പിന്നെ സുഹൃത്ത് എന്ത് പറയുന്നു? ഐ ആം ഫൈൻ താങ്ക്സ് ആൻഡ് യു. ഐ ആം ഫൈൻ താങ്ക്സ് ആൻഡ് യു. അപ്പോൾ അതിൻ്റെ മറുപടി എന്താണ്? ഐ ആം ഓൾസോ ഫൈൻ താങ്ക്സ്. ഐ ആം ഓൾസോ ഫൈൻ താങ്ക്സ്. ഇതാണ് സ്വാഭാവികമായ ചോദ്യവും ഉത്തരവും എന്ന് പറയുന്നത്.